പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. മൂങ്ങാലൻ ഈ കഥ കേൾക്കൂ. ആർക്കും ഒരു ഉപകാരവുമില്ല, ആരോടും കൂട്ടുകൂടില്ല, പകൽ മുഴുവനും മരക്കമ്പിലിരുന്ന് ഉറങ്ങും. ആൽമരക്കമ്പിൽ ഉറങ്ങിടുന്ന മൂങ്ങാലൻ മൂങ്ങേ ചങ്ങാതി, ആർക്കു വേണ്ടി ഉറങ്ങുന്നു, ആർക്കു വേണ്ടി കഴിയുന്നു. ജില്ലുത്തത്തയും കൂട്ടുകാരും കളിയാക്കി പാടി. രാത്രിയാകുമ്പോൾ പേടിപ്പിക്കുന്ന തുറിച്ചുനോട്ടവും മൂളലുമാണ്. ചിന്നുപ്രാവിന് അതാണ് പരാതി. നട്ടുച്ചയ്ക്കുമുറങ്ങിയിടുന്നൊരു മൂങ്ങച്ചേട്ടാ ചങ്ങാതി, ഒറ്റപ്പെട്ടു കഴിയാനിങ്ങനെ മടി തോന്നില്ലേ ചങ്ങാതി. ചെമ്പൻ ചെമ്പോത്തു ചോദിച്ചു. മൂങ്ങച്ചാർ അതൊന്നും ശ്രദ്ധിക്കാതെ മരക്കമ്പിലിരുന്ന് ഉറങ്ങി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം തേന്മാവിലെ മധുരമൂറും പഴങ്ങൾ ആരോ മോഷ്ടിച്ചു. രാത്രിയാണ്, പക്ഷികളെല്ലാം ഉറക്കം പിടിച്ച സമയത്താണ്. പിറ്റേന്ന് രാവിലെ സങ്കടത്തോടെ മാങ്ങാക്കൊതിയന്മാർ ഒരുമിച്ച് നിലവിളിച്ചു. ശിങ്കാരിത്തത്ത കരഞ്ഞുകൊണ്ട് പറഞ്ഞു, തേൻ പോലെ മധുരം കിണിയുന്ന മാമ്പഴം കാണാതെ പോയല്ലോ കൂട്ടുകാരെ. തേൻപഴം തിന്നൊന്നു ചുണ്ടു ചുവപ്പിക്കാൻ യോഗമില്ലാതെ പോയി കഷ്ടം. പിറ്റേന്ന് രാത്രി ചക്കരമാവിൽ ഒച്ചയും ബഹളവും കേട്ടു. പക്ഷികൾ ഭയന്ന് കൂടുകളിൽ അള്ളിപ്പിടിച്ചിരുന്നു. നേരം വെളിച്ചമായപ്പോൾ ദേഹമാസകലം കൊത്തുകൊണ്ട് മുറിവേറ്റ് മാഞ്ചുവട്ടിൽ തളർന്ന അവശനായി കിടക്കുന്ന വികൃതിക്കുരങ്ങനെയാണ് കാണാൻ കഴിഞ്ഞത്. എന്തുപറ്റി? എന്താണ് സംഭവം? പക്ഷികളും മൃഗങ്ങളും ഒരുമിച്ച് ചോദിച്ചു. കൊതി സഹിക്കവയ്യാതെ ചക്കരമാമ്പഴം പറിക്കാൻ വന്നതാണ്. മൂങ്ങച്ചേട്ടൻ്റെ കൊത്തുകൊണ്ട് താഴെ വീണതാ. ഇന്നലെ രാത്രി മുതൽ കിടക്കണതാ. അമ്പടക്കേമാ, അപ്പം നീയാണല്ലേ തേന്മാമ്പഴങ്ങളും പറിച്ചു തിന്നത്? അതെ, പേടിയോടെ നാണത്തോടെ അവൻ മറുപടി നൽകി. കള്ളനെ പിടിച്ച മൂങ്ങാലനെ എല്ലാവരും അഭിനന്ദിച്ചു. മൂങ്ങച്ചാർ അതൊന്നും ശ്രദ്ധിക്കാതെ മരക്കമ്പിലിരുന്ന് പതിവ് പോലെ ഉറങ്ങുകയായിരുന്നു.